ഓം ശ്രീ സായിരാം. ഗർഭിണിയായ ഒരു യുവതി. ഉറക്കം തുടങ്ങിയാൽ ഉടൻ ഒരു സ്വപ്നം കാണും. വലിയൊരു സർപ്പം തന്നെ പിന്തുടരുന്നു. മണിക്കൂറുകളോളം തന്നെ അത് ഓടിക്കുകയാണ്. ഒടുവിൽ താൻ തളർന്നു വീഴുന്നു. അതോടെ പേടിച്ച് വിറച്ച് എഴുന്നേൽക്കും. പിന്നെ കിടക്കാൻ പോലും പേടിയാണ്. ഇത് എന്നും തന്നെ ആവർത്തിച്ചിരുന്നു. മറ്റൊരു അനുഭവം കൂടി ഉണ്ടാകാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നതായി അവർക്ക് തോന്നുന്നു. തിരിഞ്ഞു നോക്കാൻ പേടി. പാദം പതിക്കുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാനും സാധിക്കും. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. മറ്റൊരിക്കൽ കണ്ടത് മരിച്ചുപോയ ഭർത്തൃപിതാവിൻ്റെ രൂപം പോലെ എന്തോ ഒന്ന്. തന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്ന് തോന്നിയെങ്കിലും ഭയമുണ്ടായിരുന്നു. ഒരിക്കൽ അവർക്ക് സ്വാമിയെ അപ്രതീക്ഷിതമായി ദർശിക്കാൻ ഭാഗ്യമുണ്ടായി. അവർ പാദനമസ്കാരം ചെയ്തപ്പോൾ സ്വാമി അരുളി, "ഓ, നീ വന്നുവല്ലേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു." ആ വാക്കുകൾ കേട്ട് ആ യുവതി ഭഗവാന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞു. അത് കണ്ടതും അവരുടെ ഭർത്താവും തൃപ്പാദങ്ങളിൽ മുഖമുമർത്തി തേങ്ങി. ഇരുവരുടെയും പുറത്തു തട്ടിക്കൊണ്ട് സ്വാമി അരുളി, "ശരി ശരി, ഇനി നിങ്ങളുടെ കഥകൾ എന്നോട് പറയൂ." യുവതി ഉടൻ ചോദിച്ചു, "സ്വാമി, എന്തിനാ എന്നെ ഇങ്ങനെ തീ തീറ്റുന്നത്?" സ്വാമി അത്ഭുതത്തോടെ തിരിച്ചു ചോദിച്ചു, "ഓഹോ, നിന്നെ ഞാൻ തീ തീറ്റുന്നു എന്നോ?" യുവതിക്ക് താൻ പറഞ്ഞതിൽ തെറ്റ് മനസ്സിലായി. അവർ കുറ്റബോധം കൊണ്ട് സ്വന്തം കവിളിൽ അടിക്കാൻ തുടങ്ങി. ഭഗവാൻ കരുണത്തോടെ പറഞ്ഞു, "സാധുക്കൾ, അത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾക്ക് ക്ലേശങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോട്ടെ, എങ്ങനെയുണ്ട് ആ സർപ്പം? എങ്ങനെയുണ്ട് ഭർത്തൃപിതാവിൻ്റെ സാന്നിധ്യം?" സ്വാമി തുടർന്നു, "നിനക്ക് നാഗദോഷമുണ്ട്. ഏതായാലും അത് പോയി കഴിഞ്ഞു." അതിനുശേഷം ഭഗവാൻ ഒരു നാഗരാജരൂപം സൃഷ്ടിച്ചു കൊടുത്തിട്ട് അരുളി, "ഇത് നീ എന്നും പൂജിക്കുക." സ്വാമി തുടർന്നു, "ഭർത്തൃപിതാവിന് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. നിങ്ങളെ ഇരുവരെയും അധികം സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവി ജീവിതം കാണാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ലല്ലോ. അതാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അങ്ങനെ ഉണ്ടാകുന്നത്. ഏതായാലും ഇനി അതൊന്നും ഓർത്ത് പരിഭ്രമിക്കണ്ട. ജയ് സായിരാം." ഭക്തൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കും ഭഗവാന്റെ കയ്യൊപ്പുണ്ടായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ സ്വാമി അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല. എപ്പോഴും അവൻ്റെ രക്ഷയ്ക്ക് ഭഗവാൻ ഉണ്ടായിരിക്കും. जय बोलो भगवान श्री सत्य साई बाबा जी की जय।